ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ട്രയാങ്കിൾ ഒരു ഫിഗർ തന്നിട്ട് അതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള പാർട്ട് 3 മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. അത് നോക്കാം. ഈ 2-3 ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് എളുപ്പവഴി കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് നോക്കിക്കേ, ഇതൊരു ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ, അതിനുള്ളിൽ മറ്റൊരു ട്രയാങ്കിൾ അല്ലേ. അങ്ങനെ വന്നാൽ നോക്കിയേ, ഇത് ഒരെണ്ണം, ഇത് രണ്ടെണ്ണം, ഇത് 3 ഇത് 4 അല്ലേ, ഇത് 4. അപ്പോൾ ഈ 4 പിന്നെ ഈ വലിയ ഒരെണ്ണവും വലുതൊരെണ്ണം അല്ലേ, ഇത് ഒരെണ്ണം കൂടി 5 ഇതിലുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഈ വലുത് ഒരെണ്ണവും പിന്നെ അകത്തൊരു ട്രയാങ്കിൾ അല്ലേ ഉള്ളൂ. ഈ വലുതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഉള്ളെങ്കിൽ അത് അപ്പോൾ 4 എന്നെടുക്കണം. അകത്ത് ഉള്ളിലൊരു ട്രയാങ്കിളാണ്, വലിയൊരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ 4 പ്ലസ് ഈ വലിയൊരു ട്രയാങ്കിൾ 1, 5 എന്ന് ഉത്തരം എഴുതാം. എന്ന് വെച്ചാൽ ഈ ഒരു ട്രയാങ്കിൾ ഉള്ളിൽ മറ്റു ഒരു ട്രയാങ്കിൾ മാത്രം ഉള്ളെങ്കിൽ 4ഉം ഈ വലിയൊരു ട്രയാങ്കിൾ കൂടി 5 ഉത്തരം. അപ്പോൾ അടുത്തതിൽ എങ്ങനെ വരും? ഈ വലിയൊരു ട്രയാങ്കിളിനുള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഒരു ട്രയാങ്കിൾ ഉള്ളെങ്കിൽ നമ്മൾ 4 എഴുതണം എന്ന് പറഞ്ഞു. പിന്നെ അകത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ എത്രയാണ്? ആദ്യത്തെ ഒരു 4, പിന്നെ അകത്ത് വേറെ ഒരു ട്രയാങ്കിൾ കൂടെ ആകുമ്പോൾ പ്ലസ് 4, പിന്നെ ഏറ്റവും പുറമേയുള്ള വലുത് ഒരെണ്ണം. എത്രയാണ്? പ്ലസ് 1. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു വലിയ ട്രയാങ്കിൾ തന്നാൽ അതിനുള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കണം. ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 4 എഴുതണം. എന്നിട്ട് ആ വലിയ ഒരു ട്രയാങ്കിൾ കൂടി 1 എഴുതി 5 കാണും. ഇതാണ് എങ്ങനെ എഴുതും? ഇതിനകത്ത് വലിയൊരു ട്രയാങ്കിളിനുള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഇതൊരെണ്ണം, ഇതുണ്ട്, ഇതൊരെണ്ണം, ഇതൊരെണ്ണം, പിന്നെ അതിനുള്ളിൽ പിന്നെ മറ്റൊന്ന്, 2 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ആണെങ്കിൽ 4 എഴുതും, പിന്നെ 2 ആണെങ്കിൽ ഒരു 4 കൂടെ എഴുതണം, പിന്നെ ഏറ്റവും പുറമേ ഉള്ള 1, ആ 1 അത് കൂട്ടി എഴുതിയാൽ മതി. 4 4 8 1 9 ട്രയാങ്കിൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലെങ്ങനെ എഴുതും? ഇതിനകത്ത് ഈ വലിയൊരു ട്രയാങ്കിൾ, അതിനുള്ളിൽ ഇതുണ്ട്, ഇത് ഒരെണ്ണം, അപ്പോൾ 4 എഴുതാം പ്ലസ്, പിന്നെ ഇത് വേറെ ഒരെണ്ണം, അപ്പോൾ എത്ര എഴുതാം? 4 എഴുതാം. പിന്നെ അതിനുള്ളിൽ ഒരെണ്ണം കൂടി ഉണ്ട്, ഉണ്ടോ? 3 ട്രയാങ്കിൾ. ഈ വലുതിനുള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ 3 4 എഴുതാം, 4 എഴുതാം. എന്നിട്ടോ ഏറ്റവും പുറമേ ഉള്ള ഒരു ട്രയാങ്കിൾ കൂടെ എഴുതണം, പ്ലസ് 1. എത്ര എഴുതും? 4 4 8, 8 4 12, 12 1 13 ട്രയാങ്കിൾ ഇതിനകത്ത് ഉണ്ട്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, മനസ്സിലായോ? അപ്പോൾ ആദ്യം അപ്പോൾ ഇങ്ങനെ മാത്രം എഴുതിയുള്ളെങ്കിൽ നമുക്കറിയാം ഇത് ഒറ്റ ട്രയാങ്കിൾ ഉള്ളതെന്ന് അറിയാം. പക്ഷേ അതിനുള്ളിൽ വേറൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ അകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ട്രയാങ്കിളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 4 എഴുതണം. എന്നിട്ട് ആ വലിയ പുറമേ ഉള്ളൊരു ട്രയാങ്കിളിൻ്റെ കൂടെ 1 എഴുതി 5. ഇത് 2 ട്രയാങ്കിൾ ഉള്ളതുകൊണ്ട് 2 4 4 4 8, പുറമേ ഉള്ള 1 9. ഇത് 1 2 3 ട്രയാങ്കിൾ അകത്തുള്ളതുകൊണ്ട് 3 4 എഴുതി, 4 4 8 4 12, പിന്നെ പുറമേ ഉള്ള 1 അപ്പം അതും കൂടെ കൂട്ടുമ്പോൾ 13 ട്രയാങ്കിൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ കുറേ എണ്ണം കൂടുതൽ എത്ര വന്നാലും നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.